ജവഹർലാൽ നെഹ്റു ആദ്യമായി അധ്യക്ഷനായ INC സമ്മേളനം ഏത്? ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനം. ലാഹോറിന്റെ തീരത്തൊരു നദിയില്ലേ? രവി നദിയല്ലേ? രവി നദി ലാഹോറിന്റെ തീരത്തുള്ളതാണ്. ഇന്ത്യ ആദ്യമായി സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചത് എന്ന്? അത് 1947 ഓഗസ്റ്റ് 15 അല്ലേ? ഇതൊക്കെ സിമ്പിൾ. എല്ലാവർക്കും അതേ ആൻസർ ആണോ? അതിന്റെ ഉത്തരം ശരിക്കും 1930 ജനുവരി 26 അതായത് 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ട് 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തീരുമാനം എടുത്തിരുന്നു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച കോൺഗ്രസ് പ്രസിഡന്റ് ആര്? നെഹ്റു. ജവഹർലാൽ നെഹ്റു. ഈ സ്വരാജ് ഫണ്ട് എന്ന് പറയുന്നത് അപ്പൊ എന്താ? അത് ആരായിരുന്നു സ്വരാജ് ഫണ്ട്? CR ദാസ് അല്ലേ അത്? ദാദാഭായ് നവറോജി അല്ലേ? അല്ലേ? ഉറപ്പിച്ചോ? അതിന് തിലകനാണ്. സംശയമുണ്ടോ? ചോദിക്കാം, സാറിനോട് ചോദിച്ചാ പോലെ. ചോദിക്കാം. സാർ, എല്ലാരും ഉണ്ടല്ലോ. എന്താണ് ഒരു സംശയം ഉണ്ടായിരുന്നു. സംശയം? എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്. എന്നാ വാ, വന്നിരിക്കും. എന്താ എല്ലാവരുടെയും സംശയം? ഈ സ്വരാജ് ഫണ്ട് കളക്ഷൻ നടത്തിയത് ആരായിരുന്നു സർ? സ്വരാജ് ഫണ്ട് കളക്ഷൻ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ചോദ്യമാണ്. സ്വരാജ് ഫണ്ട് കളക്ഷൻ നടത്തിയത് ആരാ? ശ്രുതി പറ, ആരാ? CR ദാസ് അല്ലേ സാർ? CR ദാസ് അല്ലേ? അല്ലേ? ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. ആതിര പറയടി, ആരാ? ദാദാഭായ് നവറോജി ആണോ സാർ? ദാദാഭായ് നവറോജി ആണോ? അതിനകത്തൊരു കോൺഫിഡൻസ് കുറവുണ്ട് അല്ലേ? പിന്നെ വേറെ മറ്റൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ അജാസിന്. എനിക്കറിയാം സർ, തിലകനാണ്. തിലകനാണ്. അപ്പൊ 3 ആൻസർ വന്നിട്ടുണ്ട് അല്ലേ? ഇനി സ്വരാജ് ഫണ്ട് കളക്ഷൻ 1920 നടത്തിയത് CR ദാസ് അല്ല. ആതിര പറഞ്ഞ ഉത്തരവല്ലേ ദാദാഭായ് നവറോജി? അത് തെറ്റാണ്. പിന്നെ ഇതിനകത്തിപ്പം അജാസ് പറഞ്ഞ ഉത്തരവില്ലേ ബാലഗംഗാധര തിലക്? അത് പൊട്ട തെറ്റാണ്. അപ്പൊ ആരാണ് സ്വരാജ് ഫണ്ട് കളക്ട് ചെയ്തത്? നല്ലൊരു ചോദ്യമാണ്, വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്വരാജ് ഫണ്ട് കളക്ട് ചെയ്തത് മഹാത്മാഗാന്ധി. പക്ഷെ അവിടുത്തെ കൺഫ്യൂഷൻ അജാസ് പറഞ്ഞ എന്തുകൊണ്ടാണ് തിലകൻ എന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഇത് തിലകന്റെ മരണത്തെ തുടർന്ന് 1920 ഗാന്ധിജി ശേഖരിച്ച ഫണ്ടാണ്. ഈ ഫണ്ടിന്റെ പേര് തിലക് സ്വരാജ് ഫണ്ടാണ്. അപ്പൊ നമുക്ക് തെറ്റുപറ്റും. തിലക് സ്വരാജ് ഫണ്ട് കളക്ട് ചെയ്തത് ഗാന്ധിജിയാണ്, തിലകനല്ല. അത് തിലകന്റെ മരണത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ വിജയത്തിനായിട്ട് ശേഖരിച്ച ഫണ്ടാണ്. ക്ലിയർ ആയോ സാർ? സ്വരാജ് എന്ന വാക്കായിട്ട് കുറെ ആൾക്കാരെ പേര് പറയുന്നില്ലേ, അതൊന്നിനെ പറ്റി ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞുതരുമോ? അതിനെന്താ? സ്വരാജ് എന്നറിയപ്പെടുന്ന ഒരു കൺഫ്യൂസ്ഡ് വേർഡാണ്. PSCയുടെ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്വരാജ് എന്നറിയപ്പെടുന്ന വേർഡ് കൊണ്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ പല ഉത്തരങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സ്വരാജ് ഇന്ന് വരെ PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു ക്ലാസ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്കത് മാർക്ക് നഷ്ടമാകത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. സ്വരാജ് എന്ന പദവുമായി ബന്ധപ്പെട്ട് എൻ്റെ കുട്ടികൾക്ക് തോന്നിയ സംശയം കേരളത്തിലെ PSC എഴുതുന്ന എല്ലാ കുട്ടികൾക്കും തോന്നുന്ന സംശയങ്ങളാണ്. സ്വരാജ് എന്ന വാക്ക് എങ്ങനെയാണ് PSCയുടെ ചോദ്യപേപ്പറിൽ നമ്മളെ തെറ്റിക്കുന്നത്? ഏതൊക്കെ ഇന്ത്യാ ചരിത്ര സാഹചര്യങ്ങളിലാണ് സ്വരാജ് എന്ന വാക്ക് കടന്നു വരുന്നത്? ആ വാക്കുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും വ്യക്തികളെയുമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, സ്വരാജ് എന്ന വാക്ക് കടന്നു വരുന്ന ആദ്യത്തെ സംഭവമാണ് ഇന്ത്യയിൽ നടന്ന സ്വരാജ് പ്രഖ്യാപനം. സ്വരാജ് പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റും ഇന്ത്യക്കാരനുമാണ് ദാദാഭായ് നവറോജി. ബംഗാൾ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വദേശി പ്രസ്ഥാനം രാജ്യവ്യാപകമായി നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് സ്വരാജ് പ്രഖ്യാപനം നടത്തപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി, അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ ഇന്ത്യക്കാരനായിരുന്നു ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെ ആ പ്രഖ്യാപനത്തെ ആണ് സ്വരാജ് പ്രഖ്യാപനം എന്ന് അറിയപ്പെടുന്നത്. സ്വരാജ് പ്രഖ്യാപനം നടക്കുമ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ദേശീയ പ്രസ്ഥാനമായിരുന്നു സ്വദേശി പ്രസ്ഥാനം. ദാദാഭായ് നവറോജി
സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് 1906 കൽക്കത്തയുടെ മണ്ണിൽ കൂടിയ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്. അപ്പോൾ ഓർത്തു വെക്കുക, സ്വരാജ് എന്ന വാക്ക് കടന്നു വരുന്ന ആദ്യത്തെ കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. സ്വരാജ് പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റ് ആര് എന്നുള്ളതാണ് ചോദ്യം. അത് ദാദാഭായ് നവറോജി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അവിടെ മറ്റൊരു രീതിയിൽ ചോദ്യം ചോദിക്കാം, സ്വരാജ് എന്ന വാക്കിൻ്റെ ഉടമയാര് എന്ന് ചോദിച്ചാലും അത് ദാദാഭായ് നവറോജിയാണ്. അല്ല എങ്കിൽ ബ്രിട്ടീഷ് ഭരണകാലത്തിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ ഇന്ത്യക്കാരനാര് ആദ്യത്തേത് എന്ന് ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണ്. ഈ സ്വരാജ് പ്രഖ്യാപനം നടത്തപ്പെട്ട വർഷമാണ് 1906. അതൊരു കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്. ആ കോൺഗ്രസ് സമ്മേളന വേദി കൽക്കത്തയാണ്. കൽക്കത്ത എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലാണ്. ഇന്നത്തെ പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനമാണ് കൽക്കത്ത. ഓക്കെ, ആ കാലയളവിൽ കൽക്കത്ത എന്നറിയപ്പെടുന്നത് ബംഗാൾ പ്രവിശ്യയുടെ ഭാഗമായിരുന്നു എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി 1906 കൽക്കത്തയിൽ കൂടിയ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു, അല്ലെങ്കിൽ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? ദാദാഭായ് നവറോജി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. 1906 കൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ദാദാഭായ് നവറോജിയാണ്. ഈ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ദാദാഭായ് നവറോജി ഇന്ത്യയുടെ സ്വരാജ് പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഓക്കെ, ഇനി നമ്മൾ പറയുന്നു ബന്ധപ്പെട്ട സംഭവം എന്ത് എന്നുള്ളതാണ്. ദാദാഭായ് നവറോജി സ്വരാജ് പ്രഖ്യാപിക്കുന്നതിന് കാരണമായ സംഭവമായി കരുതപ്പെടുന്നത് ഈ കാലഘട്ടത്തിലെ സംഭവമായി കോർത്തിണക്കാവുന്ന ബംഗാൾ വിഭജനവും അതിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ സ്വദേശി പ്രസ്ഥാനവുമാണ്. ഓക്കെ, സ്വരാജിനോടൊപ്പം പൂർണ്ണ എന്നൊരു വാക്കുകൂടി വന്നാൽ അത് പൂർണ്ണ സ്വരാജായി മാറും. സ്വരാജ് പ്രഖ്യാപിച്ചത് ദാദാഭായ് നവറോജി ആണെങ്കിൽ പൂർണ്ണ സ്വരാജ് എന്നാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ഉത്തരം ജവഹർലാൽ നെഹ്റു ആയി മാറും. അതുമായി ബന്ധപ്പെട്ട വർഷം 1929 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നഗരം ലാഹോറുമായി മാറും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സ്വരാജിൻ്റെ കണ്ടീഷനിലേക്ക് നമുക്ക് പോകാം. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച ഇന്ത്യക്കാരനാര് എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കപ്പെട്ട വർഷം എന്നൊന്ന് ചോദിച്ചാൽ അത് 1929 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് ലാഹോറാണ്. ലാഹോർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പാകിസ്ഥാനിലാണ്. ലാഹോർ രവി നദിയുടെ തീരത്തുള്ള പട്ടണമാണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കപ്പെട്ടതും ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് തന്നെയാണ്. അപ്പം 29 ലാഹോർ കൂടിയ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട നിയമം ഏത് എന്നാണ്, അല്ലെങ്കിൽ ഏത് സന്ദർഭത്തിലാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്? ആ സന്ദർഭം സിവിൽ നിയമം നിലനിന്ന കാലഘട്ടമാണ്. സിവിൽ നിയമം 1927 മുതൽ 1934 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. സിവിൽ നിയമം നിലനിന്ന കാലഘട്ടത്തിൽ സിവിൽ നിയമം പിൻവലിക്കാത്ത സാഹചര്യത്തിലാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. അപ്പം തെറ്റരുത്, കണ്ടീഷൻ രണ്ടാമത്തേത് സ്വരാജ് ദാദാഭായ് നവറോജി ആണെങ്കിൽ പൂർണ്ണ സ്വരാജിൻ്റെ പ്രഖ്യാപനം ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വരാജ് എന്ന വാക്കുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ഇനി പറയുവാനുള്ളത്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് സ്വരാജ് പാർട്ടി എന്നാണ്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകർ CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. 1923 ഈ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. 1935 വരെ പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇത്. ഈ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് കാരണമെന്ന് പറയുന്നത് 1922 നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കിയ ഗാന്ധിജിയുടെ നടപടിയാണ്.
ഈ നടപടിയെ എതിർത്തുകൊണ്ട് കോൺഗ്രസിലെ ഒരു പറ്റം ആൾക്കാർ ചേർന്ന് രൂപീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് സ്വരാജ് പാർട്ടി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സ്വരാജ് എന്ന വാക്ക് കടന്നു വരുന്ന മൂന്നാമത്തെ ഒരു കണ്ടീഷൻ, അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കുഞ്ഞുങ്ങളെ. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരെന്താണ്? സ്വരാജ് പാർട്ടി എന്നാണ്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകരാരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്. എന്നാണ് സ്വരാജ് പാർട്ടി എക്സ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്? 1923 ജാനുവരി 1-ാം തീയതിയാണ് ഈ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. ഇതിന് കാരണമായ സംഭവം എന്ത് എന്നാണ് ചോദ്യമെങ്കിൽ, ഇതിന് കാരണം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കിയ ഗാന്ധിജിയുടെ തീരുമാനമാണ്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കിയ ഗാന്ധിജിയുടെ നടപടിയെ എതിർത്തുകൊണ്ട് ആരംഭിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് സ്വരാജ് പാർട്ടി. ഈ സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ, ആ സമ്മേളനം നടക്കുന്നത് 1922 ചരിത്രമുറങ്ങുന്ന ബീഹാറിലെ ഗയയുടെ മണ്ണിലാണ്. 22 ഗയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്, പ്രസിഡന്റ് പദവി അലങ്കരിച്ചത് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാളായ ആരാണ്? CR ദാസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്ക് പങ്കാളിത്തം നേടിക്കൊടുക്കുക എന്നുള്ളതാണ് സ്വരാജ് പാർട്ടിയുടെ പരമപ്രധാനമായ ലക്ഷ്യം. ഈ സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചത് CR ദാസും ആദ്യത്തെ സെക്രട്ടറി പദവി അലങ്കരിച്ചത് മോത്തിലാൽ നെഹ്റു എന്നറിയപ്പെടുന്ന വ്യക്തിയുമാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ഈ സംഘടനയുടെ ലക്ഷ്യം എന്താണ്? ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് പങ്കാളിത്തം നേടിക്കൊടുക്കുക. ഈ സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നോ? സ്ഥാപകൻ കൂടിയായ CR ദാസ് ആയിരുന്നു. ആദ്യത്തെ സെക്രട്ടറി സ്ഥാപകരിൽ ഒരാളായ മോത്തിലാൽ നെഹ്റു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇനി എന്താണ് പറയുന്നത്? 1923 പ്രവശ്യ ഇലക്ഷൻ നടക്കുകയാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രവശ്യ ഇലക്ഷൻ നടക്കുമ്പോൾ ആ ഇലക്ഷനിൽ മത്സരിക്കുകയും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുകയും ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു സ്വരാജ് പാർട്ടി എന്നറിയപ്പെടുന്നത്. ആ പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണമാണ് 38ഓളം സീറ്റുകളാണ് ആ ഇലക്ഷനിൽ സ്വരാജ് പാർട്ടി നേടിയത്. പിന്നീടുള്ള പ്രവശ്യ ഇലക്ഷനിൽ നിരന്തരം സ്വരാജ് പാർട്ടി മത്സരിക്കുകയും കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്? ഭരണകാര്യങ്ങളിൽ പങ്കാളിത്തം നേടിയെടുക്കുകയാണ് ഈ സംഘടനയുടെ ലക്ഷ്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇലക്ഷനിൽ മത്സരിച്ചുകൊണ്ട് ഭരണ പദവിയിലേക്ക്, അധികാരങ്ങളിലേക്ക് വന്നുകൊണ്ട് മാത്രമേ നിലനിൽക്കുന്ന ഈ അരാജകത്വ സമ്പ്രദായ രീതിയെ മാറ്റാൻ കഴിയൂ എന്ന് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കൾ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഓർത്തു വെക്കുക, ഇന്ത്യയിൽ പ്രവശ്യ ഇലക്ഷൻ ആദ്യമായിട്ടൊക്കെ നടക്കുന്നത്, ഇന്ത്യയിൽ ആദ്യമായി ഒരു പൊതു തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ 1920 1923 കൂടിയിട്ട് സ്വരാജ് പാർട്ടി മത്സരിക്കുകയും അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുകയും ചെയ്തു. ആ സീറ്റിൻ്റെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ അത് 38 സീറ്റുകളാണ്. ഓക്കെ, 1924 റീഡിംഗ് പ്രഭു എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് വൈസ്രോയിയുടെ ഭരണ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരു കമ്മീഷൻ രൂപം കൊള്ളുന്നു. ആ കമ്മീഷൻ്റെ പേര് മുദിമാൻ കമ്മിറ്റി എന്നാണ്. ഈ മുദിമാൻ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദ്വിഭരണത്തെക്കുറിച്ച് പഠനം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ ദ്വിഭരണത്തെക്കുറിച്ച് പഠിച്ച കമ്മീഷനാണ് മുദിമാൻ കമ്മിറ്റി. 24 രൂപം കൊണ്ട ഈ മുദിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാലും സ്വരാജ് പാർട്ടി എന്നറിയപ്പെടുന്ന പ്രസ്ഥാനമാണ്. പിന്നീട് 1935 ഈ സംഘടന എന്ത് ചെയ്തോ? പിരിച്ചുവിട്ടു. 1923 മുതൽ 1935 വരെ നിലനിന്ന വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ഏതാ? സ്വരാജ് പാർട്ടി എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം. അപ്പം കണ്ടീഷൻ 3 സ്വരാജ് പാർട്ടിയാണ്. ഓക്കെ, സ്വരാജ് എന്ന വാക്ക് കടന്നു വരുന്ന മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയാൽ അതെപ്പോഴും നമ്മളെ തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്: സ്വരാജ് ഫണ്ട് കളക്ഷനാണ്. അപ്പോൾ സ്വരാജ് പ്രഖ്യാപനമായി, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമായി, സ്വരാജ് പാർട്ടിയായി, ഇനി സ്വരാജ് ഫണ്ടിലേക്ക് പോവുകയാണ്. സ്വരാജ് ഫണ്ട് കളക്ഷൻ നടത്തിയത് 1920 മഹാത്മാഗാന്ധിയാണ്.
എന്നാൽ ഈ സ്വരാജ് ഫണ്ട് എന്ന ഫണ്ട് അറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകന്റെ പേരിലാണ്. തെറ്റുന്ന ഒരു ചോദ്യമാണ്. 1920 ഗാന്ധിജി ആരംഭിക്കുന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പണം ആവശ്യമായി വന്നപ്പോൾ അതിൻ്റെ പ്രവർത്തന ഫണ്ടിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഫണ്ടാണ് സ്വരാജ് ഫണ്ട്. 1920 മരണപ്പെട്ട ഇന്ത്യൻ തീവ്രവാദിയാണ് ബാലഗംഗാധര തിലകൻ. അപ്പം ബാലഗംഗാധര തിലകൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ മഹാത്മാഗാന്ധി ആരംഭിക്കുകയും ഇന്ത്യയിൽ നിന്ന് ശേഖരിക്കപ്പെടുകയും ചെയ്ത ഫണ്ടാണ് സ്വരാജ് ഫണ്ട് എന്നറിയപ്പെടുന്നത്. ഇത് ഏത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിനായിട്ടാണ് എന്ന് ചോദിച്ചാൽ അത് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിനായിട്ടാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓർത്ത് വെക്കുക, സ്വരാജ് ഫണ്ട് കളക്ഷൻ നടന്ന വർഷം 1920. സ്വരാജ് ഫണ്ടിൻ്റെ യഥാർത്ഥ പേര് തിലക് സ്വരാജ് ഫണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. സ്വരാജ് ഫണ്ട് കളക്ഷൻ നടത്തിയ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയാണ്. സ്വരാജ് ഫണ്ട് കളക്ഷൻ ഏത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമാഹരിച്ചത് എന്ന് ചോദിച്ചാൽ അത് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമാഹരിക്കപ്പെട്ടത്. 1920 തിലകന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിനായി ഗാന്ധിജി ശേഖരിച്ച ഫണ്ടാണേത്? സ്വരാജ് ഫണ്ട് എന്നറിയപ്പെടുന്നത്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഏതൊരു ഇന്ത്യക്കാരനും അറിയാവുന്ന ഒരു വാചകമാണ്, ഒരു മുദ്രാവാക്യമാണിത്. ഇവിടെയും ഒരു സ്വരാജ് എന്ന വാക്ക് ഉണ്ട് എന്നുള്ളതാണ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന വാചകത്തിൻ്റെ ഉടമ തീവ്രവാദിയായ ബാലഗംഗാധര തിലകനാണ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഓർത്തു വെച്ചാൽ തെറ്റുന്ന ചോദ്യങ്ങളാണ്. എന്താണ്? 1916 ബെൽഗാമിൽ കൂടിയ സമ്മേളനത്തിലാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ബാലഗംഗാധര തിലകൻ നടത്തിയത്. നമുക്ക് തെറ്റിപ്പോകുന്നൊരു ചോദ്യമാണ്. സർ, 1916 സമ്മേളനം ലക്നൗ അല്ലേ? ഞാൻ ഈ സംസാരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തെക്കുറിച്ചല്ല. 16 കോൺഗ്രസ് സമ്മേളനം ലക്നൌവിലാണ്. 16 ബെൽഗാം സമ്മേളനം എന്നറിയപ്പെടുന്നത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സമ്മേളനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഹോം റൂൾ ലീഗ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ ഓർത്തു വെക്കേണ്ടത്, ഇന്ത്യൻ ഹോം റൂൾ ലീഗ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തിലകൻ പറഞ്ഞ വാചകമായിരുന്നു സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇത് പറഞ്ഞ വർഷം 1916. ഈ മുദ്രാവാക്യം മുഴക്കിയ സ്ഥലം എന്ന് പറയുന്നത് ഇന്നത്തെ കർണാടകയിലെ ബെൽഗാമിലാണ്. പഴയ മഹാരാഷ്ട്രയുടെ ഇന്നത്തെ കർണാടകയിലെ ബെൽഗാമിലാണ് ഈ മുദ്രാവാക്യം മുഴക്കപ്പെട്ടത് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇന്ത്യൻ ഹോം റൂൾ ലീഗ് എന്നറിയപ്പെടുന്ന തീവ്രവാദ പ്രസ്ഥാനം ആരംഭിക്കപ്പെട്ടത് 1916. അതിൻ്റെ 2 സ്ഥാപകരാണുള്ളത്. ഒന്ന് ആനി ബെസന്റും മറ്റൊന്ന് ബാലഗംഗാധര തിലകനുമാണ്. അയർലൻഡിൽ നിന്നാണ് ഈ പ്രസ്ഥാനത്തെ നമ്മൾ കടം കൊള്ളുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാം. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകൻ എന്ന തീവ്രവാദിയാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് 1916 ബെൽഗാമിൽ കൂടിയ സമ്മേളനത്തിൽ വെച്ചാണ്. ഈ ബെൽഗാം സമ്മേളനം എന്ന് പറയുന്നത് ഒരു സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സമ്മേളനമാണ്. ആ സംഘടനയുടെ പേര് ഇന്ത്യൻ ഹോം റൂൾ ലീഗ് എന്നാണ്. ഹോം റൂൾ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ അർത്ഥം തന്നെയാണ്. എന്താണ്? സ്വയം ഭരണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണ്? സ്വരാജ്, സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ സ്വയം ഭരണം, സ്വരാജ് എന്ന് തന്നെയാണ് ഹോം റൂൾ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ ആണല്ലോ. ഇന്ത്യൻ ഹോം റൂൾ ലീഗ് രൂപം കൊണ്ട വർഷം എന്ന് ചോദിച്ചാൽ അത് 1916. ഇന്ത്യൻ ഹോം റൂൾ ലീഗിന് 2 സ്ഥാപകരും 2 ആസ്ഥാനങ്ങളുമാണ് ഉള്ളത്. നമ്മൾ പറഞ്ഞിരുന്നു, ഒന്ന് ആനി ബെസന്റ് ആണ്, 2 ബാലഗംഗാധര തിലകനാണ്. ബാലഗംഗാധര തിലകൻ നേതൃത്വം നൽകിയത് ഈ പ്രസ്ഥാനത്തിന് പൂനെയിലും മഹാരാഷ്ട്രയിലെ, ആനി ബെസന്റ് നേതൃത്വം നൽകിയത് തമിഴ്നാട്ടിലെ അടയാറിലുമാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഹോം റൂൾ ലീഗ് എന്ന പ്രസ്ഥാനം ഇന്ത്യ കടം കൊണ്ടത് അയർലൻഡിൽ നിന്നാണ്.
അയർലണ്ടൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഭാഗമായി അവിടെ ആരംഭിക്കപ്പെടുകയും വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത പ്രസ്ഥാനത്തെ ഇന്ത്യയുടെ സ്വരാജിന് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് വേണ്ടി ഇന്ത്യയുടെ മണ്ണിലേക്ക് കൊണ്ടുവന്ന വിദേശിയാണ് അയർലൻഡുകാരിയായ ആനി ബെസന്റ്. അപ്പോൾ ഓർത്തു വെക്കുക, നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യൻ ഹോം റൂൾ ലീഗ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം നമ്മൾ ഏത് രാജ്യത്ത് നിന്നാണ് കടം കൊണ്ടത് എന്ന് ചോദിച്ചാൽ അത് അയർലൻഡിൽ നിന്നാണ് കടം കൊണ്ടത്. എന്താണ് ഈ സംഘടനയുടെ ലക്ഷ്യം? ആ വാക്കിൽ തന്നെയുണ്ട്, നമ്മൾ പറഞ്ഞിരുന്നോ, ഹോം റൂൾ എന്നാണ്, സ്വയം ഭരണം എന്നാണ്. സ്വരാജ് പാർട്ടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്ക് പങ്കാളിത്തം നേടിയെടുക്കുക എന്നുള്ളതാണ് എങ്കിൽ ഇന്ത്യൻ ഹോം റൂൾ ലീഗിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യക്ക് എന്ത് നേടിക്കൊടുക്കുക? സ്വയം ഭരണം നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിക്കപ്പെട്ട പ്രസ്ഥാനമാണ്. 1920 മഹാത്മാഗാന്ധി ഇന്ത്യൻ ഹോം റൂൾ ലീഗിൻ്റെ അഖിലേന്ത്യാ നേതാവായി സ്ഥാനം ഏറ്റെടുക്കുകയുണ്ടായി. 1920 തന്നെ ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ദേശീയ നേതാവായും നേതൃത്വം ഏറ്റെടുക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഈ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിച്ചു എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ ജനതയുടെ ദേശീയ ബോധത്തെ ഉയർത്തുവാനും വലിയ സാമൂഹിക രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള ജനതയാക്കി ഇന്ത്യയിലെ ഈ കാലത്തെ യുവാക്കളെ മാറ്റുവാനും ഈ സംഘടന സഹായിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഇനി നമുക്ക് ഒരു ട്രോഫിയിലേക്ക് പോവാം. ട്രോഫിയുടെ പേര് സ്വരാജ് ട്രോഫി എന്നാണ്. സ്വരാജ് ട്രോഫി ആരംഭിച്ച വർഷം 1995-96 കാലഘട്ടത്തിലാണ്. നമുക്ക് തെറ്റുന്ന ഒരു ട്രോഫിയാണ്. എന്താണ് സ്വരാജ് ട്രോഫി എന്നറിയപ്പെടുന്നത്? കേരള ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുരസ്കാരമാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി. ഇത് ആരംഭിച്ചത് 1995-96 കാലഘട്ടത്തിലാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ ഈ ട്രോഫിയുടെ പേര് മഹാത്മാഗാന്ധി പുരസ്കാരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തുടർന്ന് 96-97 വർഷങ്ങളിലാണ് ഇതിൻ്റെ പേര് സ്വരാജ് ട്രോഫി എന്ന് പുനർനാമകരണം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടി നമുക്കൊന്ന് ഓർത്തു വെക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓർക്കുക, സ്വരാജ് ട്രോഫി എന്നാണ് ആരംഭിച്ചത്. 1995-96 കാലഘട്ടത്തിൽ ആരംഭിക്കപ്പെട്ട പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി. ഈ പുരസ്കാരം ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ പേര് എന്നുള്ളത് മഹാത്മാഗാന്ധി പുരസ്കാരം എന്നാണ് ഈ പുരസ്കാരം അറിയപ്പെട്ടിരുന്നത്. ഓർത്തു വെക്കുക, മഹാത്മാഗാന്ധി പുരസ്കാരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സ്വരാജ് ട്രോഫി എന്ന പേരിലേക്ക് മാറുന്നത് 1996-97 കാലഘട്ടത്തിലാണ്. അങ്ങനെ ആ പേര് സ്വീകരിക്കുവാനുള്ള കാരണം മറ്റാരുമല്ല, മഹാത്മാഗാന്ധി തന്നെയാണ്. ഗാന്ധിജിയുടെ ഗ്രാമ സ്വരാജ് എന്നറിയപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നല്ലേ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നല്ലേ. അപ്പം ഗാന്ധിജിയുടെ ഗ്രാമ സ്വരാജ് എന്ന ആശയത്തിൽ നിന്നാണ് ഏത് വാക്ക് കടമെടുക്കുന്നത്? സ്വരാജ് എന്ന വാക്ക് കടമെടുത്തിട്ട് സ്വരാജ് ട്രോഫി എന്ന് ഇതിന് എന്ത് കൊടുക്കുന്നത്? പേര് കൊടുക്കുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള ഗവൺമെൻറ് നൽകുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരമാണ്, ഏറ്റവും വലിയ പുരസ്കാരമാണ് ഏതെന്നറിയപ്പെടുന്നത്? സ്വരാജ് ട്രോഫി എന്നറിയപ്പെടുന്ന പുരസ്കാരം. ഏറ്റവും ലേറ്റസ്റ്റ് സ്വരാജ് ട്രോഫി പ്രഖ്യാപനം നടന്നത് 2026-ലാണ്. 2026 പ്രഖ്യാപിച്ച സ്വരാജ് ട്രോഫി പ്രഖ്യാപനം എന്ന് പറയുന്നത് 2024-25 വർഷത്തേതാണ്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ പുരസ്കാരത്തിന് അർഹമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നല്ലൊരു മേഖലയാണ്, ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പം 2024-25 സ്വരാജ് ട്രോഫി നേടിയ കേരളത്തിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് എൻ്റെ ജില്ലയാണ്. എൻ്റെ ജില്ല കൊല്ലമാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്താണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് തെറ്റരുത് നിങ്ങൾക്ക്. എന്താണ്? കേരളത്തിലെ മികച്ച ജില്ലാ പഞ്ചായത്തുകൾ ഒന്ന് കൊല്ലവും 2 കണ്ണൂരും എന്നർത്ഥത്തിലല്ല, ഫസ്റ്റ് പ്രൈസ് എന്നർത്ഥത്തിലാണ്. ഫസ്റ്റ് പ്രൈസ് ആർക്കാണ്? 1ാം സ്ഥാനം ആർക്കാണ്? കൊല്ലത്തിന്. 2ാം സ്ഥാനം ആർക്കാണ്? കണ്ണൂരിന്. അപ്പോൾ ഓർത്ത് വെക്കുക, മികച്ച ആദ്യത്തെ ജില്ലാ പഞ്ചായത്ത് സ്വരാജ് ട്രോഫി ലഭിച്ചത് കൊല്ലത്തിനും, സ്വരാജ് ട്രോഫി മികച്ച 2ാമത്തെ ജില്ലാ പഞ്ചായത്ത് സ്വരാജ് ട്രോഫി ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചുള്ളത് കണ്ണൂരിനുമാണ്. അപ്പം ജില്ലാ പഞ്ചായത്ത് ഒക്കെ ആയി, കൊല്ലവുമായി, കണ്ണൂരുമായി. കോർപ്പറേഷനിലേക്ക് പോയാൽ സംശയമൊന്നുമില്ല, ഏതാണ്?
തിരുവനന്തപുരമാണ്. ഓക്കെ, അപ്പോൾ സ്വരാജ് ട്രോഫി നേടിയ മികച്ച കോർപ്പറേഷൻ ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? തിരുവനന്തപുരമാണ്. നമുക്ക് ജില്ലാ പഞ്ചായത്ത് കൊല്ലവും കണ്ണൂരും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രാമപഞ്ചായത്തിലേക്ക് പോവാം. മികച്ച ഗ്രാമപഞ്ചായത്ത്, ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്, ഇങ്ങനെ 3 സമ്മാനങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഫസ്റ്റ് പ്രൈസ് ആർക്കാണ് ലഭിക്കുന്നത്? തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഇടമലയ്ക്കൽ എന്നറിയപ്പെടുന്ന ഗ്രാമപഞ്ചായത്തിനാണ് ലഭിക്കുന്നത്. ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നത് ഇടമലയ്ക്കൽ എന്ന ഗ്രാമപഞ്ചായത്തിനാണ്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി 2ാം സ്ഥാനം ലഭിക്കുന്നത് തൃശ്ശൂരാണ്, എളവള്ളി എന്നറിയപ്പെടുന്ന ഗ്രാമപഞ്ചായത്തിനും. 3ാം സമ്മാനം ലഭിക്കുന്നത് മണിയൂർ, കോഴിക്കോട് എന്നറിയപ്പെടുന്ന ഗ്രാമപഞ്ചായത്തിനുമാണ് സ്വരാജ് ട്രോഫി ലഭിച്ച ഗ്രാമപഞ്ചായത്തുകൾ. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്. ഓക്കെ, സ്വരാജ് ട്രോഫി നേടിയ മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ നേമത്തിനാണ് ലഭിക്കുന്നത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് സ്വരാജ് ട്രോഫി ലഭിക്കുന്ന ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നത് ആർക്ക് എന്ന് ചോദിച്ചാൽ നേമം. 2ാം സമ്മാനം ലഭിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിനാണ് 2ാം സമ്മാനം ലഭിക്കുന്നത്. സ്വരാജ് ട്രോഫി 3ാം പ്രൈസിന് അർഹമായത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ബ്ലോക്ക് പഞ്ചായത്ത്, നേമം, കൊടകര, ദെൻ പെരുമ്പടപ്പ്. ഇതിങ്ങനെ ഓർഡറിൽ തന്നെ ഓർത്ത് വെച്ചിരിക്കണം. ചിലപ്പോൾ കൂട്ടത്തിൽ പെടാത്തതായിരിക്കും ചോദിക്കുന്നത്, മറ്റേതെങ്കിലും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തന്നിട്ട്. ഓക്കെ ആണല്ലോ. സ്വരാജ് ട്രോഫി നേടിയ മികച്ച മുനിസിപ്പാലിറ്റികൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ 1ാം സമ്മാനത്തിന് അർഹമായത് ഒരു സംശയമില്ല, ഏതാണ്? ഗുരുവായൂരാണ്. തൃശ്ശൂർ 1ാം സമ്മാനം സ്വരാജ് ട്രോഫി നേടിയ മുനിസിപ്പാലിറ്റി കേരളത്തിലെ ഗുരുവായൂർ, തൃശ്ശൂർ ജില്ലയിലാണ്. 2ാം സമ്മാനം മട്ടന്നൂരും 3 കുന്നംകുളവുമാണ്. മട്ടന്നൂർ കണ്ണൂരാണ്, കുന്നംകുളം തൃശ്ശൂരാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. സ്വരാജ് എന്ന വാക്കുമായി ബന്ധപ്പെട്ട് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തെറ്റിക്കുന്ന കുറേ മേഖലകളാണ്, ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്തത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ സ്വരാജുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പറയുവാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ ഇപ്പം എന്താണ് ഒരു വാചകം, ഇപ്പം സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ എന്ന വാചകം ഏത് നവോത്ഥാന നായകൻ്റേതാണ്? അവിടെയും ഒരു സ്വരാജ് ഉണ്ട്. അത് ദയാനന്ദ സരസ്വതിയുടെ വാചകമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഗ്രാമ സ്വരാജ് എന്ന ആശയം ആരുടേതാണ്? അത് ഗാന്ധിജിയുടെ ആശയമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഹിന്ദു സ്വരാജ് എന്ന ബുക്ക് എഴുതിയത് ആര്? അത് ഗാന്ധിജിയുടെ ബുക്കാണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ ബുക്കാണ് ഹിന്ദു സ്വരാജ് എന്നറിയപ്പെടുന്ന ബുക്ക്. അപ്പോൾ സ്വരാജ് കടന്നു വരുന്ന ഒരുപാട് കണ്ടീഷനുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട PSC ചോദിക്കുന്ന കുറച്ച് മേഖലകളാണ് പറഞ്ഞത്. ഓർത്തു വെക്കുക, സ്വരാജ് പ്രഖ്യാപനം, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം, സ്വരാജ് പാർട്ടി, ഇനി സ്വരാജ് ട്രോഫി, സ്വരാജ് ഫണ്ട് കളക്ഷൻ, ഗ്രാമ സ്വരാജ്, സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ എന്ന മുദ്രാവാക്യം, ഹിന്ദു സ്വരാജ് എന്ന ഗാന്ധിജിയുടെ ബുക്ക്. ഇങ്ങനെ കടന്നു പോകും. ഓക്കെ ആണല്ലോ. ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ കമൻറ്റുകൾ കൃത്യമായി രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമുണ്ടെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കീവേഡുകളുമായി ബന്ധപ്പെട്ട് PSCയുടെ കൺഫ്യൂസ്ഡ് മേഖലകളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സീരീസ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങളെ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിലും ഇതേ കണക്ക് ഓരോ വേർഡുകൾ എടുത്തുകൊണ്ട് ആ വേർഡുകളിൽ നിന്ന് വ്യത്യസ്തപരമായിട്ടുള്ള മേഖലയെ ചോദ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് ഓരോ സീരീസ് ആയിട്ട് ഓരോ ക്ലാസ്സുകൾ നമുക്ക് വേണമെങ്കിൽ ആരംഭിക്കുവാനായിട്ട് സാധിക്കും. എൻ്റെ പേര് വിഷ്ണുരാജ്. എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ കേരളപുരമാണ്. M7 എന്ന ലേണിംഗ് പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അധ്യാപകനാണ്. നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾ കൂടുതൽ ക്ലാസ്സുകൾ സൗജന്യമായി നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് സഹായിക്കും. കൃത്യമായി ഈ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അത് എന്തു തന്നെ ആയാലും കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വീഡിയോ ചെയ്യാൻ M7 ഒരു പ്രചോദനമായിരിക്കും. ഓക്കെ, താങ്ക് യു.